കാലടി മർച്ചന്റ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയും 2022-24 കാലയളവിൽ പ്രസിഡന്റും കണ്ണമ്മ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്ന എം.ജെ. സന്തോഷ്, 58 വയസ്സ്, ഇന്നലെ രാത്രി 11 മണിക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി. പല അസുഖങ്ങളുണ്ടായിരുന്ന അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ചുമ കാരണം കാലടി മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുകയും തുടർന്നുള്ള ചെക്കപ്പിനു വേണ്ടി അഡ്മിറ്റ് ചെയ്തു. രാത്രി 11-ന് സൈലന്റ് അറ്റാക്കിൽ മരണം സംഭവിച്ചു. ഇന്നു വൈകിട്ട് 3:30-ന് മരണാനന്തര ചടങ്ങുകൾ സ്വവസതിയിൽ വച്ചു നടക്കുകയും ഒക്കൽ SNDP ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങ് നടത്തുകയും ചെയ്യും. കാലടി മർച്ചന്റ്സ് അസോസിയേഷന്റെ 3 തവണത്തെ ജനറൽ സെക്രട്ടറിയും 2022-24 കാലയളവിൽ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ നിത സന്തോഷ്, മകൾ സുസ്മിത, മരുമകൻ മനു മോഹൻ, മകൻ വൈശാഖ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ജയപാലൻ 1990 മുതൽ കാലടിയിൽ തുടങ്ങിവച്ച ജയശ്രീ ടെക്സ്റ്റൈൽസ് അദ്ദേഹത്തിന്റെ മരണശേഷം ഏറ്റെടുത്ത് കണ്ണമ്മ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ നടത്തിവരികയായിരുന്നു. നാളെ വൈകിട്ട് 5:30 മുതൽ 6:30 വരെ എല്ലാ കടകളും അടച്ച് ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ വെച്ച് അനുശോചന യോഗം സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ യോഗത്തിൽ അസോസിയേഷന്റെ ജില്ലാ നിയോജക മണ്ഡലം യൂണിറ്റ് ഭാരവാഹികളും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്നു. ഈ അനുശോചന യോഗത്തിൽ എല്ലാ കച്ചവടക്കാരും നല്ലവരായ നാട്ടുകാരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാലടി മർച്ചന്റ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും നിലവിലെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സന്തോഷ്, കണ്ണമ്മ ടെക്സ്റ്റൈൽസ് നിര്യാതനായ വിവരം വ്യസനസമേതം അറിയിക്കുന്നു. അതിനോട് നാളെ വൈകിട്ട് 5:30-ന് കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ അനുശോചനം യോഗം സംഘടിപ്പിക്കുന്നതാണ്. അതിൽ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മരണം ഒരു ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. നിലവിൽ ചില രോഗങ്ങളൊക്കെ, ഷുഗറും പ്രഷറും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മരിക്കത്തക്ക ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. ആസ്പത്രിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അറ്റാക്ക് മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിച്ചത്. സന്തോഷത്തെ പറ്റി പറഞ്ഞാൽ, അദ്ദേഹം കാലടിയിൽ എല്ലാ സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പല സംഘടനകളുടെയും ഭാരവാഹിയാണ് അദ്ദേഹം ഏർപ്പെടുന്ന ഏതൊരു ഉത്തരവാദിത്വവും വളരെ ഭംഗിയായി സ്വന്തം കാര്യം മാതിരി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. കാലടി മർച്ചന്റ് അസോസിയേഷന് അദ്ദേഹത്തിന്റെ മരണം വളരെ എല്ലാ രീതിയിലും വളരെ നഷ്ടമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിത്വം ഞങ്ങളെ വിട്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഗാധമായ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നത് 3:30 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ്. 4 മണിക്ക് ഒക്കലുള്ള SNDPയുടെ ശ്മശാനത്തിലാണ് ഇതിന്റെ കർമ്മങ്ങൾ, ശവസംസ്കാര കർമ്മങ്ങൾ നടക്കുന്നത്. നാളെ വൈകിട്ട് 5:30 മണിക്ക് കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ അനുശോചന മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടുന്ന എല്ലാ ക്ലബ്ബുകളുടെയും മറ്റെല്ലാ സംഘടനകളുടെയും ഭാരവാഹികൾ എല്ലാം ഒത്തുചേർന്ന് നാളെ അനുശോചന മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 5:30 മുതൽ 6:30 വരെ കാലടിയിലുള്ള എല്ലാ കടകളും അടവായിരിക്കും. 5:30 മുതൽ 6:30 വരെ ഈ അനുശോചന മീറ്റിംഗിൽ എല്ലാ അംഗങ്ങളും, അസോസിയേഷന്റെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കാലടിയിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന M.V. ജയപാലന്റെ മകനാണ് ശ്രീ M.J. സന്തോഷ്. ദീർഘകാലം കാലടി മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന M.J. ജയപാലൻ, അദ്ദേഹം ജീവനതുല്യം സൂക്ഷിച്ചിരുന്നൊരു സംഘടനയാണ് കാലടി മർച്ചന്റ് അസോസിയേഷൻ. അദ്ദേഹത്തിന്റെ മകനും അതേപോലെ തന്നെ രോഗബാധിതനാണെങ്കിൽ തന്നെയും തൻ്റെ കർത്തവ്യങ്ങളിൽ ഒടുക്കം വിവിധ സംഘടനകളുടെ പ്രതിനിധിയായിരുന്ന അദ്ദേഹത്തിന് തൻ്റെ ആരോഗ്യം മൂലം ശ്രദ്ധിക്കാതെ സംഘടനാ രംഗത്ത് ഉറച്ചു.
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും കാലടി മർച്ചൻ്റ് അസോസിയേഷൻ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് ഞങ്ങളേറെ ദുഃഖിതരാണ്. കാരണം ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം നടന്ന ശ്രീ സന്തോഷ് പെട്ടെന്നാണ്, ആകസ്മികമാണ് കാലയവനിക്കുള്ളിൽ മറഞ്ഞത്. ഈ ദുഃഖത്തിൽ കാലടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ അതീവമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. പരേതനോടുള്ള ആദര സൂചകമായിട്ട് കാലടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നാളെ 5 മണിക്ക് നടക്കുന്ന അനുശോചന യോഗത്തിൽ ഈ പ്രദേശത്തെ പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗം വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. സന്തോഷിനെ എനിക്ക് കഴിഞ്ഞൊരു 40 കൊല്ലമായിട്ട് അറിയാം. അച്ഛൻ്റെ കൂടെ ചെറിയൊരു പയ്യനായിട്ട് വന്ന് ജയശ്രീ ടെക്സ്റ്റൈൽസ് നിന്നാണ് പുള്ളിയുടെ തുടക്കം. അന്ന് തൊട്ടേ സന്തോഷം എനിക്ക് പരിചയമുണ്ട്. അച്ഛൻ്റെ പോലെ തന്നെ കാലടി മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആവുക എന്ന് തന്നെയല്ല, അതിനു വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി തൻ്റെ എല്ലാം സർവസ്വവും കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അച്ഛനെ പോലെ തന്നെ സന്തോഷിൻ്റെ ഈ വിയോഗം തീർച്ചയായിട്ടും കാലടി മർച്ചൻസ് അസോസിയേഷന് ഒരു കനത്ത നഷ്ടം തന്നെയാണ്.